Hello dears, welcome to the world of English. It is me Iyasar from MS Solution. ഇനി എന്തിനു വേറെ സൊല്യൂഷൻ? എടാ ഇന്ന് നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിക്കൊണ്ട് യൂണിറ്റ് 5 കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് നോക്കിയാലോ. യൂണിറ്റ് 5ൽ നമുക്ക് 3 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ഒന്ന് ബിലൗഡ് ബോളേഴ്സ്, 2 പ്രിഫറൻസ് നാഷണൽ, 3 നമ്മുടെ അടിപൊളി പോയമായിട്ടുള്ള മിറർ എന്ന് പറയുന്ന പോയ അല്ലേ. സോ നോക്കാം. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ബിലൗഡ് ബോളേഴ്സിനെ കുറിച്ചാണ്. ഏറ്റവും സിമ്പിൾ ആയിക്കൊണ്ട് ബിലൗഡ് ബോളേഴ്സ് എങ്ങനെ പഠിക്കാം നോക്കിക്കോടാം. ആദ്യം ബിലൗഡ് ബോളേഴ്സിന്റെ ഓദർ എന്ന് പറയുന്നത് മാക്സിം ഗോർക്കിയാണ്. ബിലൗഡ് ബോളേഴ്സിന്റെ ഓദർ അദ്ദേഹം ഒരു റഷ്യൻ റൈറ്റർ ആണ്. അതേപോലെ തന്നെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളത് സാധാരണക്കാരുടെ സ്റ്റോറീസിലാണ് അദ്ദേഹം ഫേമസ് ആയിട്ടുള്ളത്. പിന്നെ അതിന്റെ സെറ്റിംഗ് എന്ന് പറയുന്നത് മോസ്കോ, നെറേറ്റർ സ്റ്റുഡന്റ് ഹോസ്റ്റൽ, തെരേസ അപ്പാർട്ട്മെന്റ് ലോൺലിനെസ് എന്ന് പറയുന്നുണ്ട്. റഷ്യയിലുള്ള മോസ്കോയിലാണ് നമ്മുടെ കഥ നടക്കുന്നത്. നമ്മുടെ സ്റ്റുഡന്റ് ആണ് ഇതിന്റെ നെറേറ്റർ എന്ന് പറയുന്നത്. അവനൊരു ഹോസ്റ്റലിൽ നിൽക്കുകയാണ്. ആ ഹോസ്റ്റൽ തെരേസയുടെ അപ്പാർട്ട്മെന്റിലാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റുഡന്റ് ഹോസ്റ്റൽ എന്ന് പറയുന്നത്. സോ തെരേസ ഒറ്റപ്പെട്ടാണ് നിൽക്കുന്നത് കേട്ടോ. സോ നമുക്ക് നോക്കാം മെയിൻ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്. തെരേസ, മിസ്റ്റർ സ്റ്റുഡന്റ്, ബോലസ്. ആരാണ് തെരേസ? ടോൾ സ്ട്രോങ് പോളിഷ് വുമൺ, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു പോളണ്ടുകാരിയായ സ്ത്രീയാണ് നമ്മുടെ തെരേസ എന്ന് പറയുന്നത്. കോസ് ഫേസ്, ഡാർക്ക് ഐസ്, ഇരുണ്ട കണ്ണുകളാണുള്ളത് കേട്ടോ. ഡീപ്പ് ബേസ് വോയിസ്, ലോൺലി ആൻഡ് ഇമേജിനേറ്റീവ്, ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഭയങ്കര സങ്കല്പങ്ങളുള്ള സ്ത്രീയാണ് തെരേസ എന്ന് പറയുന്നത്. മിസ്റ്റർ സ്റ്റുഡന്റ് എന്ന് പറയുന്നത് നെറേറ്റർ ആണ്. മിസ്റ്റർ സ്റ്റുഡന്റ്, നമ്മുടെ കഥ പറയുന്നത് മിസ്റ്റർ സ്റ്റുഡന്റ് ആണ്. അവൻ ജീവിക്കുന്നത് തെരേസയുടെ ഓപ്പോസിറ്റ് ആണ്. ഭയങ്കര പൊളൈറ്റ് ആണ്, ക്യൂരിയസ്, എംപതറ്റിക്, ഹെൽപ്സ് ഹെർ റൈറ്റിംഗ് ലെറ്റേഴ്സ്. അതായത് നമ്മുടെ പിന്നെ തെരേസയെ ലെറ്റേഴ്സ് എഴുതാൻ സഹായിക്കുന്നത് ആരാണ്? മിസ്റ്റർ സ്റ്റുഡന്റ് ആണ്. ബോലസ് എന്ന് പറയുന്നത് തെരേസയുടെ ഇമേജിനറി ലവർ, സാങ്കല്പിക ലവർ ആണ് ആര്? ബോലസ് എന്ന് പറയുന്നത്. ഇൻവെന്റഡ് ഫോർ കമ്പാനിയൻഷിപ്പ്, അതായത് ബോലസിനെ കമ്പനിക്ക് വേണ്ടിയിട്ട് നമ്മുടെ തെരേസ അവളുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന വ്യക്തിയാണ് ആര്? ഉണ്ടാക്കിയെടുത്ത ഒരു സാങ്കല്പിക കഥാപാത്രമാണ് ബോലസ് എന്ന് പറയുന്നത്. എന്താണ് നമ്മുടെ കഥ എങ്ങനെയാണല്ലോ? സ്റ്റുഡന്റ് നെറേറ്റർ ലിവ്സ് ഓപ്പോസിറ്റ് തെരേസ. നമ്മുടെ നെറേറ്റർ ആയിട്ടുള്ള സ്റ്റുഡന്റ് ജീവിക്കുന്നത് തെരേസയുടെ ഓപ്പോസിറ്റ് ആണ്. ഫൈൻഡ്സ് ഹെർ ഇന്റിമിഡേറ്റിംഗ് അറ്റ് ഫസ്റ്റ്. ആദ്യം അവളെ കാണുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റുഡന്റിന് ഭയങ്കര ദേഷ്യമൊക്കെ ഫീൽ ചെയ്യും, ഭയങ്കര പേടിയും ദേഷ്യമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. തെരേസ ആസ്ക് ഹിം ടു റൈറ്റ് ലെറ്റർ ടു ഹെർ ലവർ ബോലസ്. തെരേസ അവളുടെ ലവറിന് ലെറ്റർ അയക്കാൻ ആരോട് ചോദിക്കും? അവളുടെ ലവറായിട്ടുള്ള ബോലസിന് ലെറ്റർ അയക്കാൻ ആരോട് ചോദിക്കുന്നുണ്ട്? നമ്മുടെ സ്റ്റുഡന്റിനോട് ചോദിക്കുന്നുണ്ട്. ഷീ ലേറ്റർ ആസ്ക് ഹിം ടു റൈറ്റ് റീപ്ലൈ ഫ്രം ബോലസ്. ആദ്യം അവൾ പറഞ്ഞു എൻ്റെ ലവർ ചോദിച്ചു. ആദ്യം തെരേസ ചോദിച്ചു എൻ്റെ ലവറായിട്ടുള്ള ബോലസ് നീ ഏത് ലെറ്റർ എഴുതി തരുമോ എന്ന് ചോദിച്ചു. നമ്മുടെ സ്റ്റുഡന്റ് എന്ത് ലെറ്റർ എഴുതി കൊടുത്തു. പക്ഷേ ഷീ ലേറ്റർ പിന്നീട് അവൾ ചോദിച്ചു ആസ്ക് ഹിം ടു റൈറ്റ് റീപ്ലൈ ഫ്രം ബോലസ്. നീ കുറച്ച് മുന്നേ ഒരു ലെറ്റർ അയച്ചല്ലോ എൻ്റെ ലവറിന്. ആ ലവറിന് അയച്ച ലെറ്റർ എങ്ങനെയായിരിക്കും എൻ്റെ റീപ്ലൈ എൻ്റെ ലവർ എനിക്ക് അയക്കുക? അതായത് ബോലസ് എനിക്ക് എങ്ങനെയാണോ ഇങ്ങോട്ട് തിരിച്ച് ലെറ്റർ അയക്കുക, അങ്ങനെ ഒരു ലെറ്റർ നീ എഴുതി തരുമെന്ന് ചോദിച്ചു അല്ലേ. സോ നെറേറ്റർ ഇനീഷ്യലി ഫൈൻഡ്സ് ഫണ്ണി ആൻഡ് കൺഫ്യൂസിങ്. ആ നെറേറ്റർ എന്ത് ചെയ്തു? ആദ്യം ഭയങ്കര കൺഫ്യൂസിങ് ആയി, അതേപോലെ ഭയങ്കര തമാശക്കായിട്ട് അവന് ഫീൽ ചെയ്തു എന്ന് പറയുന്നുണ്ട്. സോ പിന്നെന്താ ഉള്ളത്? പിന്നെ നെറേറ്റർ ഇവൻച്വലി ഹി റിയലൈസ് തെരേസ ലോൺലി ഐസൊലേറ്റഡ് ഫ്രം ആൻഡ് ക്രേവിംഗ് അഫെക്ഷൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്റ്റുഡൻറ്റിന് മനസ്സിലായി തെരേസ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയാണ്, അവൾ പാവമാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് നമ്മുടെ സ്റ്റുഡൻറ്റിന് അവളൊരു സ്നേഹവും സഹതാപമൊക്കെ തോന്നിയെന്ന് പറയുന്നുണ്ട്. ഹി റൈറ്റ്സ് ലെറ്റർ റെഗുലർലി ഹെൽപ്പിംഗ് ഹർ എസ്കേപ്പ് ലോൺലിനെസ് ത്രൂ ഇമാജിനേഷൻ. അതായത് നമ്മുടെ സ്റ്റുഡൻറ്റ് എന്ത് ചെയ്തു? തെരേസയ്ക്ക് നമ്മുടെ ബോലസിന് ലെറ്റർ അയക്കാൻ വേണ്ടിയിട്ട് തെരേസയെ നല്ല പോലെ സഹായിച്ചു എന്ന് പറയുന്നുണ്ട് കേട്ടോ. സോ അതേപോലെ തന്നെ ഹെൽപ്പിംഗ് ഹർ, അവളെ സഹായിച്ചു. ലോൺലിനെസ് ത്രൂ ഇമാജിനേഷൻ, അവളുടെ ആ ഒരു ഒറ്റപ്പെടൽ മാറാൻ വേണ്ടിയിട്ടാണ് അവൾ എന്ത് ചെയ്യുന്നത്? ഇല്ലാത്തൊരു ലവറെ ഇമേജിൻ ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്തു? അവളെ നല്ലോണം സഹായിച്ചു എന്ന് പറയുന്നുണ്ട്. തെരേസ ഹെൽപ്പ് ഹിം റിട്ടേൺ ചോയ്സ് ലേറ്റർ ഷീ ഇംപ്രിസൺഡ് ആൻഡ് പ്രോബബ്ലി ഡൈസ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ തെരേസയെ നല്ല പോലെ എന്ത് ചെയ്തു? അവളുടെ ബുദ്ധിമുട്ടിൽ നിന്നൊക്കെ അവൾ രക്ഷിച്ചു. അതായത് അവളുടെ ഒരു ഒറ്റപ്പെടൽ മാറ്റിയെടുക്കാൻ നല്ലോണം ആര് സഹായിച്ചു? നമ്മുടെ സ്റ്റുഡൻറ്റ് സഹായിച്ചു എന്ന് പറയുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ സ്റ്റോറി ഇങ്ങനെ ലാസ്റ്റിലേക്ക് പോകുന്ന സമയത്ത് തെരേസ ജയിലിലടക്കപ്പെടുന്നുണ്ട്. ദെൻ ആൻഡ് പ്രോബബ്ലി ഡൈസ്, പിന്നെ അവൾ മരിച്ചിട്ടുണ്ടാവാം ഒരു സാധ്യത പറയുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ കഥ അവസാനിക്കുന്നത്. നമ്മുടെ കഥയുടെ ടീം എന്ന് പറയുന്നത് ലോൺലിനെസ്സും അതേപോലെ ഹ്യൂമൻ നീഡ് ഫോർ ലവ്, മനുഷ്യന് സ്നേഹം ആവശ്യമുണ്ട് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഇതിൻ്റെ തീമായിട്ട് വരുന്നത്. പിന്നെ ഇമാജിനേഷൻ ആൻഡ് ഇമോഷണൽ റെഫ്യൂജ്, കമ്പേഷൻ ആൻഡ് എംപതി ടുവാർഡ്സ് അതേഴ്സ്, ക്രുവാലിറ്റി ആൻഡ് ഇൻഡിഫറൻസ് ഓഫ് സൊസൈറ്റി. ഇതൊക്കെ എന്തിൻ്റെ തീമാണ്? നമ്മളുടെ ഈ ഒരു ചാപ്റ്ററിൻ്റെ തീമാണ്. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കേണ്ട പോയിന്റ്സുകൾ എന്തൊക്കെയാണ്? ഐ ദെൻ നോട്ട് ഹ്യൂമൻ ക്രിയേച്ചർ ലൈക്ക് റെസ്റ്റ് ഓഫ് യു എന്ന് പറയുന്നുണ്ട്. പിന്നെ ആ ഒരു ഐസൊലേഷനെ കുറിച്ച് പറയുന്ന പോർഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ നെറേറ്ററിന് ഒരു എമ്പതി ഫീലിംഗ് വരികയാണ്. നമ്മുടെ സ്റ്റുഡൻറ്റ് നമ്മുടെ തെരേസിനെ മനസ്സിലാക്കുന്ന ഏരിയ ഉണ്ട്. അതാണ് ഇതിലെ ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. സോ ഇതാണ് നമ്മുടെ ബിലൗഡ് ബോളേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്തത് നമ്മുടെ ചാപ്റ്റർ ആയിട്ടുള്ള പ്രിഫറൻസ് നാഷണൽ. എന്താണ് അതിൽ പറയുന്നത്? നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ ആ ചാപ്റ്ററിനെ കുറിച്ച് നല്ല പോലെ പഠിച്ചിട്ട് ഏറ്റവും എക്സാമിൻ്റെ തലേ ദിവസങ്ങളിലൊക്കെ ആയിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഇങ്ങനെ ഒരു വീഡിയോ കാണേണ്ടത് കേട്ടോ. ഓക്കെ, പ്രിഫറൻസ് നാഷണലിൻ്റെ ഓതർ ആരാ? ഫാറ്റോ ഡിയോം, സെനഗലീസ് ഫ്രഞ്ച് റൈറ്ററായിട്ടുള്ള ഫാറ്റോ ഡിയോം ആണ് ഇതിൻ്റെ ഓതർ എന്ന് പറയുന്നത്.
പ്രിഫറൻസ് നാഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിവിംഗ് പ്രിഫറൻസ് ടു നേറ്റീവ് സിറ്റിസൺ, അതായത് ഏത് രാജ്യമാണോ ആ രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങൾക്ക് മുൻഗണന കൊടുക്കുക എന്നുള്ളതാണ് പ്രിഫറൻസ് നാഷണൽ എന്നുള്ളതിൻ്റെ ആ ഹെഡിങ്ങിൻ്റെ മീനിങ്. ഇമിഗ്രൻസ് ഫോർ ജോബ്സ് റൈറ്റ്സ് ആൻഡ് സോഷ്യൽ ബെനിഫിറ്റ്സ്, അതായത് സോഷ്യൽ ബെനിഫിറ്റ്സും അവകാശങ്ങളും ജോലികൾക്കൊക്കെ ഏറ്റവും കൂടുതൽ സാധ്യത സ്വന്തം രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യന്മാർക്കാണ്, അല്ലാതെ പുറത്തു വന്ന ആളുകൾക്കല്ല. സോ കൂടുതൽ മുൻഗണന സ്വന്തം രാജ്യത്തിലുള്ള ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് പ്രിഫറൻസ് നാഷണലിൻ്റെ എന്ത് പറയുന്നത് ആ ഒരു പ്രിഫറൻസ് നാഷണലിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. സോ നോക്കാം, സെൻട്രൽ തീം എന്താണ്? റേസിസം ആൻഡ് ഡിസ്ക്രിമിനേഷൻ, ഇമിഗ്രേഷൻ ആൻഡ് ഐഡന്റിറ്റി, ഹൈപ്പോക്രസി ഓഫ് നാഷണൽ പ്രിഫറൻസ്, കൊളോണിയൽ എക്സ്പ്ലോയിറ്റേഷൻ, ഹ്യൂമൻ ഡിഗ്നിറ്റി വേഴ്സസ് പ്രെജുഡ്യൂസ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ തീം. റേസിസം എന്ന് പറഞ്ഞാൽ കളറിൻ്റെ പേരിൽ ആളുകളെ പിന്നെന്ത് ചെയ്യാം, പിന്നെ മാറ്റി നിർത്തപ്പെടും കേട്ടോ. ഡിസ്ക്രിമിനേഷൻ നിങ്ങൾക്ക് അറിയാലോ. ഇമിഗ്രേഷൻ ആൻഡ് ഐഡന്റിറ്റി, ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്ക് പലായനം ചെയ്ത് വരും, അതിനാണ് എന്ത് പറയുക, ഇമിഗ്രേഷൻ എന്ന് പറയുന്നത്. സോ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ അവളുടെ ഐഡന്റിറ്റി ഏതായിരുന്നു? അവളുടെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ സെനഗലുകാരിയായിരുന്നു, പക്ഷെ അവൾ ജീവിച്ചത് ഫ്രാൻസിലാണ്. സോ ദ ഫ്രാൻസ് അല്ലെങ്കിൽ ഫ്രഞ്ച് പീപ്പിൾ ഈസ് നോട്ട് അക്സെപ്റ്റിംഗ് ദ ഐഡന്റിറ്റി ഓഫ് പിന്നെ നമ്മുടെ നെറേറ്ററുടെ ഐഡന്റിറ്റി എന്ത് ചെയ്തില്ല, അവർ അക്സെപ്റ്റ് ചെയ്തില്ല. ആ ഇഷ്യൂസൊക്കെയാണ് ഇതിൻ്റെ സെൻട്രൽ തീമായിട്ട് വരുന്നത്. കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. നിങ്ങൾ ചാപ്റ്റർ എല്ലാം കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവും, സാറിന് അറിയാം. അതിനുശേഷമായിരിക്കും നിങ്ങളുടെ വീഡിയോ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഓരോ ഏരിയയും കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, സോ അതിനുശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന കീ പിന്നെ ഐഡിയാസ്. ലോസ് മേ അപ്പിയർ ന്യൂട്രൽ ബട്ട് ആർ ക്രൂവൽ ഇൻ പ്രാക്ടീസ്, അതായത് നിയമങ്ങളെല്ലാം എല്ലാവർക്കും സമമാണെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ആ നിയമം നടപ്പിലാക്കപ്പെടുമ്പോൾ അതെന്താണ്, ഭയങ്കര ക്രൂവലായിട്ട് മാറുന്നതെന്ന് പറയാം. പിന്നെ ഓർഡിനറി പീപ്പിൾ എൻഫോഴ്സ് ഡിസ്ക്രിമിനേഷൻ ത്രൂ ഡെയിലി ആക്ഷൻസ് എന്ന് പറയുന്നുണ്ട്. അതായത് സാധാരണ ജനങ്ങൾക്ക് എന്ത് കിട്ടുന്നില്ല, ആ ഒരു സാധനം കിട്ടുന്നില്ല എന്ന് പറയും. സാധാരണ ജനങ്ങൾ എന്ത് ചെയ്യുന്നില്ല, അവർക്ക് നീതി കിട്ടുന്നില്ല. പിന്നെ എഡ്യൂക്കേഷൻ ആൻഡ് ടാലന്റ് ആർ ഇഗ്നോർഡ് ബൈ സ്കിൻ കളർ, തൊലിയുടെ പേരിൽ എന്ത് നഷ്ടപ്പെടുന്നുണ്ട് ആളുകൾക്ക് അവരുടെ പിന്നെ എഡ്യൂക്കേഷന്, പ്രത്യേകിച്ച് സ്കിൻ കളർ, എഡ്യൂക്കേഷൻ ആയിട്ട് കാര്യമില്ല, സ്കിൻ കളർ വൈറ്റ് അല്ലെങ്കിൽ എന്ത് ചെയ്യും, അത് പിന്നെ ഇഗ്നോർ ചെയ്യപ്പെടുന്നുള്ളതാണ്. മണി ഈസ് അക്സെപ്റ്റഡ്, പൈസ അക്സെപ്റ്റ് ചെയ്യും, ബട്ട് ദ പീപ്പിൾ ആർ റിജക്റ്റഡ്. പക്ഷേ മനുഷ്യന്മാർ റിജക്റ്റ് ചെയ്യും പറഞ്ഞാൽ പൈസ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല, മണി ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞ് നടക്കാം, പക്ഷേ അവളുടെ കളർ ബ്ലാക്ക് ആയി എന്ത് ചെയ്തു, അത് റിജക്റ്റ് ചെയ്യപ്പെടുന്നുള്ളൊരു സാധനം ഇതിലുണ്ട്. ഓക്കെ, സോ പിന്നെ ഇമ്പോർട്ടൻറ്റ് ഇൻസിസ്റ്റംസ്, ഇത് സെറ്റേഴ്സ് ആണ്, ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നും പറയണമെന്നില്ല. പിന്നെ ഇതിലുണ്ടായ മേജർ ഇൻസിഡൻസ് ആണ്. ഒന്ന് സിറ്റിസൺഷിപ്പ് ലോ ചേഞ്ച്, അതായത് അവിടുത്തെ നിയമം മാറിയത് എന്താ, അതായത് കല്യാണം കഴിച്ച് ഇപ്പം മറ്റൊരു രാജ്യത്തിലൊരു വ്യക്തിയെ ഈ രാജ്യത്തേക്ക് ഫ്രണ്ട്സിലേക്ക് കല്യാണം കഴിച്ച് കൊടുത്താൽ, ഫ്രണ്ട്സിലേക്ക് കല്യാണം കഴിച്ച് കൊടുത്താൽ എന്ത് ചെയ്യണം, 2 വർഷം കഴിഞ്ഞാൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ, ആ ഒരു പൗരത്വം കിട്ടുകയുള്ളൂ എന്നുള്ള ആ ഒരു നിയമം ചേഞ്ച് ആയ കേസുണ്ട്. പിന്നെ ബേക്കറിയിൽ ഇൻ്റർവ്യൂ നടത്തി, അതുകൊണ്ട് അവളുടെ ലാംഗ്വേജും അതേപോലെ തന്നെ അവരുടെ തൊലിയുടെ കളറും കാരണത്താൽ എന്ത് ചെയ്തു, അവളെ റിജക്ട് ചെയ്തു. പിന്നെ ഹ്യൂമിലിയേറ്റിംഗ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, വൈ ഡോണ്ട് യു വർക്ക് ഇൻ യുവർ ഓൺ കൺട്രി, നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ രാജ്യത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നതാണ് ചോദിക്കുന്നുണ്ട്. പിന്നെ ട്യൂട്ടറിങ് ജോബിന് പോയി, അവിടുന്ന് അവളെ ഒഴിവാക്കി. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ നോൺ യൂറോപ്യൻ ടൈപ്പ്, അതായത് അവളുടെ കളർ ബ്ലാക്ക് ആയിനെ കൊണ്ട് കേട്ടോ. സോ പിന്നെ ഒരു അവസാനം ഐറണി ഉണ്ട്, അതായത് അവളുടെ വൈറ്റ് ഫ്രണ്ടിന് എന്ത് ചെയ്തു, ട്യൂട്ടറിങ് ജോബ് കിട്ടി. അപ്പോൾ അവൾ നെറേറ്റർ ഓഫേർഡ് ക്ലീനിങ് വർക്ക്, അവൾക്ക് എന്ത് ചെയ്തു, ഒരു ക്ലീനിങ് വർക്ക് ഒക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. സോ അതൊരു ഐറണിയാണ്. ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിനെ കുറിച്ച് പറയാനുള്ളത്. ചാപ്റ്റർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ നെറേറ്ററുടെ ക്യാരക്ടർ സ്കെച്ച് എക്സാമിന് ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അതിന് പറ്റിയ പോയിന്റ്സ് ആണ്: എഡ്യൂക്കേറ്റഡ് ആൻഡ് ഇൻ്റലിജൻറ്റ് ആണ്, കറേജസ് ആൻഡ് സെൽഫ് റെസ്പെക്റ്റിംഗ്, വിറ്റി ആൻഡ് സർക്കാസ്റ്റിക്, സ്ട്രോങ് സെൻസ് ഓഫ് ഡിഗ്നിറ്റി, വിക്ടിം ഓഫ് റേസിസം ബട്ട് നോട്ട് ഡിഫീറ്റഡ്. ഇതൊക്കെയാണ് ക്യാരക്ടർ സ്കെച്ചിനെ പറ്റിയ നമ്മുടെ പ്രിഫറൻസ് നാഷണലുടെ നെറേറ്ററുടെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട് എക്സാമിന്. അപ്പോൾ ഈ പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്തോ, കൃത്യമായിട്ട് പഠിച്ചു വെച്ചോ. ഓക്കെ, സോ പിന്നെ മെസ്സേജ് ഓഫ് ദ സ്റ്റോറി. ഈ സ്റ്റോറിയുടെ മെസ്സേജ് എന്താണ്? ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഡിസ്ട്രോയ്സ് ഹ്യൂമാനിറ്റി. ഡിസ്ക്രിമിനേഷൻ, ആളുകളെ വേർതിരിക്കൽ, ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന എന്ത് ചെയ്യും, ഹ്യൂമാനിറ്റിയെ നശിപ്പിക്കുന്നു. നാഷണലിസം വിത്തൗട്ട് ഈക്വാലിറ്റി ഈസ് അൺജസ്റ്റിസ്. അതായത് നാഷണലിസം എന്ന് പറഞ്ഞാൽ ദേശീയത, വിത്തൗട്ട് ഈക്വാലിറ്റി, സമത്വമില്ലാതെ ദേശീയത ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, അത് അൺജസ്റ്റിസ് ആണെന്ന് പറയാം കേട്ടോ. ഓക്കെ, ട്രൂ വെൽത്ത് ലൈസ് എബിലിറ്റി നോട്ട് കളർ. കളറിൻ്റെ പേരിലല്ല കേട്ടോ. ഒരാൾക്ക് വെൽത്ത്, ഒരാൾക്ക് ഒരു സമ്പത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അയാളുടെ കളർ ഉണ്ട് എന്ന് വിചാരിച്ചേക്ക് സമ്പത്ത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല കേട്ടോ. പിന്നെ ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം എത്ര സമ്പത്ത് ഉണ്ടായിട്ടും കാര്യമില്ല, അല്ലെങ്കിൽ നമുക്ക് എത്ര വിദ്യാഭ്യാസം ഉണ്ടായിട്ടും കാര്യമില്ല, നമ്മുടെ നിറം കറുപ്പാണെങ്കിൽ എന്ത് ചെയ്യും, അവിടെ റിജക്റ്റ് ചെയ്യപ്പെടുന്നതാണ്. റേസിസം എക്സിസ്റ്റ് നോട്ട് ഓൺലി ലോസ് ബട്ട് ഇൻ മൈൻഡ്സ്. അതായത് റേസിസം എന്തിനു നിലനിൽക്കുന്നില്ല, നിയമങ്ങളിൽ റേസിസം ഇല്ല. നിയമങ്ങളിൽ പിന്നെ അതായത് എഴുതപ്പെട്ട നിയമങ്ങളിൽ എന്തില്ല, ഈ ഒരു റേസിസം അല്ല, പക്ഷേ ആളുകളുടെ മൈൻഡിൽ എന്തുണ്ട്, റേസിസം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ഉണ്ട് എന്ന് പറയാൻ കേട്ടോ. പിന്നെ ഇതിൽ എക്സാമിന് പറ്റിയ കീവേഡുകളാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. റേസിസം എന്താ പഠിക്കണം? സെറ്റയർ എന്ന് പറഞ്ഞാൽ ആക്ഷേപഹാസ്യം, ഐറണി കേട്ടോ. ഇമിഗ്രേഷൻ, കൊളോണിയലിസം, ഐറണി, ഡിഗ്നിറ്റി, ഐഡന്റിറ്റി, ഡിസ്ക്രിമിനേഷൻ, ഇത്രയും കോൺസെപ്റ്റുകൾ ഈ ചാപ്റ്ററിൽ വരുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കണം എന്നുള്ളതാണ്. വളരെ ഡീപ്പായിട്ട് ചാപ്റ്ററിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവും, നിങ്ങൾക്ക് മനസ്സിലായിട്ടും ഉണ്ടാവും. ഓക്കെ, സോ അടുത്തത് പിന്നെ ഒരു ഒറ്റ സിംഗിൾ ലൈനിൽ ഈ ഒരു ചാപ്റ്ററിൻ്റെ സമ്മറി പറയുകയാണെങ്കിൽ, ഈ സ്റ്റോറി എങ്ങനെയാണ് ഒരു മനുഷ്യനെ എന്ത് ചെയ്യുന്നത്,
പിന്നെ എത്രയൊക്കെ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും കളറിൻ്റെ പേരിൽ എത്രത്തോളം ഒരു മനുഷ്യനെ പിന്നെ റേസിസത്തിൻ്റെ പേരിൽ എന്ത് ചെയ്യുന്നുണ്ട്, കളറിൻ്റെ പേരിൽ മനുഷ്യനെ മാറ്റി നിർത്തപ്പെടുന്നുണ്ട് എന്നുള്ളത് ഈ ചാപ്റ്റർ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കാണിച്ചു തരുന്നുണ്ട്. അതാണ് ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, സോ അതിനുശേഷം നമുക്ക് പറയാനുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ അപ്രിസിയേഷൻ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പോയമാണ് നമ്മുടെ മിറർ എന്ന് പറയുന്നത്. ശരിക്കും പഠിച്ചോ. മിറർ ഏറ്റവും സിമ്പിൾ ആയിട്ട് എങ്ങനെ പഠിക്കാം നോക്കിക്കോടാം. എന്താണ് തീം? മിററിന്റെ തീം എന്താണ്? ദ പോയം ഷോസ് ട്രൂത്ത്. ഒരു മിനിറ്റ്, അതിന് മുന്നേ പോയം മിറർ എഴുതിയിട്ടുള്ളത് സിൽവിയ പ്ലാത്ത് ആണ്. പോയം ട്രൂത്ത്, സെൽഫ് റിഫ്ലക്ഷൻ ആൻഡ് ഫിയർ ഓഫ് ഏജിങ്. ഈ ഒരു പിന്നെ പോയം കാണിക്കുന്നത് ഷോസ് ട്രൂത്ത്, സത്യം കാണിക്കുന്നു. അതേപോലെ സെൽഫ് റിഫ്ലക്ഷൻ, സ്വന്തം സെൽഫിൻ്റെ റിഫ്ലക്ഷൻ ആണ് എന്തിൽ കാണിക്കുന്നത്, മിററിൽ കാണിക്കുന്നത്. ആൻഡ് ദ ഫിയർ ഓഫ് ഏജിങ്, പിന്നെ വയസ്സ് കൂടുന്നതിനെ കുറിച്ചുള്ള പേടികളെ കുറിച്ചാണ് മിറർ പറയുന്നത്. ദ മിറർ ഓൾവേസ് ടെൽസ് എക്സാക്ട് ട്രൂത്ത് വിത്തൗട്ട് ഇമോഷൻ. ഈ മിറർ എപ്പോഴും പറയുന്നത് എക്സാക്ട് ട്രൂത്ത് വിത്തൗട്ട് ഇമോഷൻ, ഒരു ഇമോഷനും കൂടാതെ കൃത്യമായിട്ട് സത്യം മാത്രമേ ആര് പറയുള്ളൂ, കണ്ണാടി പറയുള്ളൂ. പിന്നെ ഇതിലെ സ്പീക്കർ, ദ മിറർ ഇറ്റ് സെൽഫ് ഈസ് ദ സ്പീക്കർ. ഇതിലെ സ്പീക്കർ എന്ന് പറയുന്നത് കണ്ണാടി സ്വന്തം കണ്ണാടി തന്നെ സംസാരിക്കുന്ന പോലെയാണ് ഇതിൽ എന്ത് ചെയ്യുന്നത്, പ്രസന്റ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ഐഡിയാസ് എന്തൊക്കെയാണ്? ദ മിറർ സേസ് ഇറ്റ് ഈസ് സിൽവർ ആൻഡ് എക്സാക്ട് മീനിങ് ഇറ്റ് ഓൾവേസ് ഷോസ് ദ ട്രൂത്ത്. അതായത് ഇത് കണ്ണാടി പറയുന്ന കാര്യമാണ്, ഫസ്റ്റ് ലൈനാണത്. അതിൻ്റെ മീനിങ് എന്താ? ഇറ്റ് ഓൾവേസ് ഷോസ് ദ ട്രൂത്ത്. എപ്പോഴും കണ്ണാടി സത്യം മാത്രമേ കാണിക്കുള്ളൂ എന്നാണ് കണ്ണാടി പറയുന്നത്. കണ്ണാടിക്ക് ഒരു ഫീലിങ്സും ഇല്ല, അതുപോലെ കണ്ണാടി ആരും ജഡ്ജ് ചെയ്യുന്നില്ല. കണ്ണാടിക്ക് ഇഷ്ടമുള്ളതോ ഇഷ്ടമില്ലാത്തതോ എന്തായാലും കണ്ണാടി അതുപോലെ കാണിച്ചു തരും എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ മോസ്റ്റ് ഓഫ് ദ ടൈം കണ്ണാടി അധിക സമയവും കണ്ണാടിയിൽ റിഫ്ലക്ട് ചെയ്യുക അതിൻ്റെ ഓപ്പോസിറ്റുള്ള വാളായിരിക്കും. അവസാനം കണ്ണാടി ഒരു തടാകമായിട്ട് മാറുന്നുണ്ട്. അതിലേക്ക് ഒരു സ്ത്രീ നോക്കുന്നുണ്ട്. അപ്പോൾ അവൾ എന്ത് ചെയ്യുന്നത്, അവളുടെ സ്വന്തം സെൽഫ് കാണുന്നുണ്ട്. അങ്ങനെ സ്വന്തം സെൽഫ് കാണുന്ന സമയത്ത് ആ സ്ത്രീക്ക് എന്ത് ചെയ്യുന്നില്ല, അത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐഡിയാസിൽ ലാസ്റ്റ് വരുന്ന പോയിന്റ്സ്, ദ വുമൺ ഈസ് ഡിസ്റ്റർബ്ഡ് ബൈ ഏജിങ് വൺ ഷീ സീസ് എ റിഫ്ലക്ഷൻ. ആ സ്ത്രീ ആ തടാകത്തിലേക്ക് നോക്കുമ്പോൾ അവളുടെ സ്വന്തം റിഫ്ലക്ഷൻ കാണും. ആ റിഫ്ലക്ഷൻ കാണുന്ന സമയത്ത് അവൾക്ക് എന്ത് ഫീൽ, ഏജിങ് ഫീൽ ചെയ്യും. അത് അവൾക്ക് ഇഷ്ടാവില്ല കേട്ടോ. ദ മിറർ ഫെയ്ത്ത്ഫുള്ളി ഷോസ്, ആ കണ്ണാടി എന്ത് ചെയ്യുന്നുണ്ട്, വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കാണിച്ചു കൊടുക്കുന്നുണ്ട്. ദ ചേഞ്ച് ഓഫ് യങ് ഗേൾ ടു ഓൾഡ് വുമൺ. എങ്ങനെയാണ് ഒരു ചെറിയ പെൺകുട്ടിക്ക് എങ്ങനെയാണ് വയസ്സായത്. സോ അവൾ ആദ്യം നോക്കിയ സമയത്ത് അവൾ ചെറിയ പെൺകുട്ടിയാണ്, പക്ഷേ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നോക്കുമ്പോൾ എന്തുണ്ട്, അവൾക്ക് പ്രായമായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പെൺകുട്ടി ചെറിയ പെൺകുട്ടിയിൽ നിന്ന് എങ്ങനെയാണ് വയസ്സായ സ്ത്രീയിലേക്ക് മാറിയത്, അവളുടെ ട്രാൻസ്ഫോർമേഷനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് പറയാൻ കേട്ടോ. പിന്നെ ഇതിൽ ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് പേഴ്സോണിഫിക്കേഷൻ. മിറർ സ്പീക്സ് ലൈക്ക് എ ഹ്യൂമൻ. കണ്ണാടി ആരെ പോലെ സംസാരിക്കുകയാണ്, മനുഷ്യൻ്റെ പോലെ സംസാരിക്കുകയാണ്. മെറ്റഫർ എന്താണ്? മിറർ കമ്പയർ ടു എ ലേക്ക്. കണ്ണാടി എന്തുകൊണ്ട് കമ്പയർ ചെയ്യുന്നുണ്ട്, തടാകത്തിനോട് കമ്പയർ ചെയ്യപ്പെടുന്നുണ്ട്. ഇമേജറീസ് സിൽവർ കണ്ടോ, പിന്നെ പിങ്ക് വാൾ, ലൈക്ക്, ഇതൊക്കെ എന്താണ്, നമ്മുടെ ഒരു ഇമേജറിയാണ്. പിന്നെ മെസ്സേജ് പറയുന്നത് ദ പോയം ടെൽസ് അസ് ദാറ്റ് ദ ട്രൂ മേ ബി അൺകംഫർട്ടബിൾ. നമ്മുടെ ഈ ഒരു പിന്നെ പോയം പറയുന്ന ഈ പോയത്തിൽ നിന്നുള്ള മെസ്സേജ് എന്ന് പറയുന്നത് സത്യം എന്ന് പറയുന്നത് ചിലപ്പോൾ എന്തെങ്കിലും അൺകംഫർട്ടബിൾ ആയിരിക്കാം, പക്ഷേ ബട്ട് ഇറ്റ് ക്യാൻ നോട്ട് ബി അവോയ്ഡ്. പക്ഷേ സത്യം പറയുമ്പോൾ ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് അൺകംഫർട്ടബിൾ ആയിരിക്കാം, പക്ഷേ സത്യം ഒരിക്കലും ഒഴിവാക്കപ്പെടാൻ പറ്റാത്തതാണ്. സത്യമെന്നും സത്യമായി തന്നെ നിലനിൽക്കും എന്നുള്ള ഒരു മെസ്സേജാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ മിറർ എന്നുള്ള പോയം തരുന്നത്. ഇതാണ് നമ്മുടെ 5ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു 5ാമത്തെ യൂണിറ്റിലെ 3 ചാപ്റ്റേഴ്സ്, ബിലോഡ് ബോളേഴ്സും പ്രിഫറൻസ് നാഷണലും മിറർ എന്നുള്ള പോയം. സോ യു ഹാവ് വെരി വെൽ അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ടുഡേസ് വീഡിയോ. ഇതാണ് നമ്മളെ എക്സാമുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ വീഡിയോ ആണ്. നിങ്ങൾ കൃത്യമായിട്ട് കാണുക. എക്സാമിന് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള യൂണിറ്റ് ആണ് യൂണിറ്റ് 5 എന്ന് പറയുന്നത്. സോ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം മക്കളെ. ടാറ്റാ, ബൈ ബൈ, സീ യു.